ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകാതെ ഗൂഗിളും യൂട്യൂബും നോക്കി ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു പുസ്തകം നോക്കി പഠിച്ച് ബി ആർക്കിൽ 99.31% മാർക്ക് വാങ്ങിച്ച ഒരു മിടുക്കിയുണ്ട്. മലപ്പുറം വണ്ടൂരിൽ ഹന്ന പർവീൻ. ഹന്ന പർവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. സുധീർ ബാബു, ഉമ്മ സർഫിനീസ. അപ്പോൾ ഈ ഒരു പഠന രീതി തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. സാധാരണ ലക്ഷങ്ങളാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പലയിടത്തും വേണ്ടി വരിക. അതൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടിൽ ഒരു മൊബൈൽ ഉപയോഗിച്ച് മാത്രം ഈ പഠനം നടത്തിയത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. എന്താണ് ഹന്നയുടെ മറുപടി? എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പഠിച്ചാൽ തന്നെ നേടിയെടുക്കാം. എന്തായാലും റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും വിചാരിച്ചു. ഇത് ഇവിടെ നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അന്വേഷിച്ചിരുന്നു അതിനെക്കുറിച്ച്? അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ പറഞ്ഞു ട്യൂഷൻ ഫീ 80,000 വരും, പിന്നെ ഹോസ്റ്റലും കൂടെ ആകുമ്പോഴത്തിന് 1.5 lakh വരും. 2 ലക്ഷം. എങ്ങനെയായിരുന്നു ഈ സ്വയം പഠിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്? അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് +2 കൂടെ എഴുതിയ സമയത്ത് തന്നെ 92% സ്കോർ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ മതിയല്ലോ. അതിപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് അന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല അധികം. എന്നിട്ട് തന്നെ അത്ര കിട്ടിയെങ്കിൽ ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്താൽ എന്തായാലും എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഈ വഴി മനസ്സിലാക്കിയത്? ഈ ബുക്കാണ് ഇതിന്റെ റെഫറൻസ്, അല്ലെങ്കിൽ ഗൂഗിൾ, യൂട്യൂബ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സീനിയർ ആർക്കിടെക്ട് എടുത്ത ആളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇത് നോക്കി ചെയ്താൽ മതി. അത് വെച്ച് പഠിച്ചു. ഉപ്പ പറഞ്ഞ നേരത്തെ ഒരു മൊബൈൽ ഫോൺ, 3 പേരും കൂടി ഒരു മൊബൈൽ ഫോൺ വെച്ചാണ് പഠിച്ചിരുന്നതാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ സമയത്ത്? അത് ഞാനാണല്ലോ മെയിനായിട്ട് എൻട്രൻസ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് തരും. ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തരും. ഉമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര സമയമൊക്കെ പഠിക്കുമായിരുന്നു? 5 to 6 hours ഒക്കെ എക്സാം പഠിപ്പിച്ച് നന്നായി പഠിക്കും. ശരിക്കും സംശയം വരുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇതില് ഈ പറയുന്ന ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്? അതിലെന്തെങ്കിലും സംശയം വന്നാൽ എങ്ങനെയാണ് റെഫർ ചെയ്തിരുന്നത്? ChatGPT നോക്കാറുണ്ട് മെയിനായിട്ട്. പിന്നെ കുറെ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും കൂടെ വെച്ചിട്ട് ഒരു സിമിലാരിറ്റി തോന്നുമല്ലോ, അത് വെച്ച് അങ്ങനെ പഠിക്കും. എന്താണ് സുധീർക്ക, വലിയൊരു നേട്ടമാണ് മോള് നേടിയത്? വളരെയധികം സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ +2 ഒപ്പം തന്നെ എക്സാം ചെയ്തപ്പോൾ തന്നെ അവളെ പിന്നെ മാർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ വിശ്വാസം തോന്നി. പിന്നെ ഓൾ എന്നെ നല്ലൊരു സപ്പോർട്ട് ചെയ്തതാണ്. ഈ 1.5-2 ലക്ഷം ചെലവാക്കണ്ട, ഞങ്ങൾ അല്ലാതെ തന്നെ പിന്നെ ഞാൻ പഠിക്കാന്നുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടായി. പിന്നെ ആ ധൈര്യം തന്നെയാണ് ഓളെ ഈ വിജയത്തിന്റെ വലിയൊരു കാരണം. ഇതുപോലെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഇല്ലാതെയും ഒരു പിന്നെ താഴ്ന്ന കുടുംബങ്ങളിൽ പഠിക്കാൻ താല്പര്യം ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഈ രംഗത്തേക്ക് ഇതുപോലെ വരണമെങ്കിൽ പിന്നെ ഇതൊരു മോട്ടിവേഷനാണ് ഓള് വലിയൊരു മോളെ ഈ വിജയം ഒരു വലിയൊരു എല്ലാവർക്കും ഒരു പിന്നെ സാഹചര്യം. ഒരു മൊബൈൽ ഫോൺ പോലും 3 ആളെ ഉപയോഗിക്കല്, ഒരു 2 ആൾ പിന്നെ ഞാൻ വിളിക്കും. എല്ലാവരും അങ്ങനെ ഒരു മൊബൈൽ ഫോണാണ് എല്ലാവരും പിന്നെ ഉപയോഗിച്ച് പോകല്. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും, നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം പറഞ്ഞൊരു വിജയമാണ്. സാധാരണ +2 കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ NLC, ഈ BA ആർക്കിടെക്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊന്നും അറിയില്ല. അവൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ അത് കൺവിൻസ്ഡ് ആയിരുന്നു? എനിക്കറിയില്ല ആർക്കിടെക്ട് പിന്നെ BArch എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞൊരു ഡോക്ടർ വിഭാഗം ഫുൾ സയൻസ് ഫുൾ പിന്നെ A+ കിട്ടിയല്ലേ. ഇപ്പോൾ ഡോക്ടർ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിഭാഗത്തിന് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ വരക്കുന്നത് കൊണ്ട് ഓള് പറഞ്ഞു എനിക്ക് പിന്നെ ഏറ്റവും താല്പര്യം പിന്നെ ഈ BArch ആണ്. ഞാൻ പറഞ്ഞു BArch എന്താന്ന് ചോദിച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സാണ്, നമുക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഓള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ നല്ല ഇതാണ്, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നെ അതായിട്ട് മുന്നോട്ട് പോയിക്കോന്നല്ല പറഞ്ഞു. നോമ്പ് കാലത്ത് ആണ് പിന്നെ എക്സാം നടന്നത്. അതായത് പിന്നെ പെരുന്നാളില് 2 ദിവസം കഴിഞ്ഞ എക്സാം. അപ്പോൾ ആ സമയത്തോള് ഞങ്ങള് പിന്നെ അത്താഴം കഴിച്ച് കിടക്കും. ഓള് പെലച്ച വരെ ഓള് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ആ പഠിത്തം നോക്കിയാണ് പോയത്. ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് കുറെ അധ്വാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ഞങ്ങള് പിന്നെ പെലച്ച് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞാൽ പിന്നെ ഓളൊരു 11 മണി വരെ കിടക്കും പകല്. പിന്നെ ബാക്കിയുള്ള ടൈം പിന്നെ ഇതുപോലെ നോക്കിയിട്ട് 99.31 എന്നുള്ള വലിയൊരു സ്കോറാണ്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഈ മാർക്ക് അറിഞ്ഞത് പിന്നെ മാർച്ച് പകുതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്.
പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇത്ര ഒരു ഇത് മാർക്കിന്റെ ഒരു ഇതുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അതിനെ പറ്റി അറിയില്ല, ആർക്കും അറിയില്ല, മൂല്യം മനസ്സിലാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അറിഞ്ഞിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ 2 ആഴ്ചയിലായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞത്. അത് നമ്മളെ പിന്നെ ഞാൻ ലോഡിങ്ങാരനല്ലോ, പിന്നെ ബോർഡിന്റെ കീഴിൽ കുട്ടികൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ഉണ്ടെന്നുള്ളൊരു ഇത് കേട്ടു, അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മളവിടെ ഉദ്യോഗസ്ഥയുണ്ട്, നമ്മളെ മോസിൻ എന്ന് പറയുന്ന ആള് അവിടെ പിന്നെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ച പറഞ്ഞു ബിടെക്കിനും പിന്നെ MBBS-നാണ് ഈ ലാപ്ടോപ്പ് ഉള്ളത് കാരണം. അപ്പൊ അവർക്കും ഇതന്നെ മെയിനായിട്ട് ഈ ആർക്കിടെക്ട് BArch ആർക്കിടെക്ട് അല്ലാതെ ആരും ഈ കോഴ്സ് കാലം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഏതായാലും ഇപ്പോൾ ഉൾപ്പെടുത്തുന്നതിൽ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് അവിടെ പോയപ്പോഴാണ് നമ്മളെ സുഹൃത്തും കൂടി അവിടുത്തെ നമ്മളെ ഓഫീസർ കൂടി ആയ മോസിന് പിന്നെ നമ്മളെ വണ്ടൂർ വിഷൻ ചാനലിലെ രാജേഷനുമായിട്ട് വന്ന് ഓളെ ഒന്ന് വീഡിയോ എടുക്കാം, ഓളെ പിന്നെ ഒരു പുറത്തറിയുന്നത്. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞത്. എന്താണ് ഉമ്മയ്ക്ക് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട് മോളിങ്ങനെ ഒരു വിജയം നേടിയതിന്. ഈ സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാരൊക്കെ ഈ അത് പഠിക്കുക ഈ ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തള്ളിവിടുകയാണല്ലോ, ഈ ഡിഗ്രിക്ക് പോയിക്കോ. പക്ഷെ മോള് നന്നായിട്ട് ചിത്രം വരയ്ക്കും. മോളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് എങ്ങനെ ആദ്യം നിങ്ങൾ അതിനോട് പ്രതികരിച്ച് എങ്ങനെയായിരുന്നു അവരുടെ? നമുക്ക് ചെറുപ്പം മുതലേ താല്പര്യം വരനോട്. അപ്പോൾ മനസ്സിൽ വിചാരിച്ചത് ഇതല്ല കോഴ്സല്ലേ, അപ്പോൾ അതിൽ തന്നെ പോട്ടെ എഴുതി മോളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അതൊരു താല്പര്യമായപ്പോൾ പറഞ്ഞു ഞാൻ അതെടുക്കാം. ഫസ്റ്റ് സയൻസിന് ചേർന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മെഡിക്കൽ ഫീൽഡ് എടുക്കൂല, അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് പറഞ്ഞു. പിന്നെ ഓളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഈ ഓൺലൈനിലെ ബുക്ക് വരുത്തിച്ച് യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നോ എന്താ ചെയ്യണേ ഈ എങ്ങനെ പഠിക്കണമെന്നൊക്കെ അന്വേഷിച്ചിരുന്നു? ഒക്കെ മനസ്സിനൊരു ധൈര്യമാണ്, ഞങ്ങൾക്ക് പഠിച്ചാലും എടുക്കുന്നില്ലൊരു ഇത് ഒക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ നിന്ന് +2 എന്നൊക്കെ ഓള് പറയും എനിക്ക് വാങ്ങാൻ കഴിയുന്ന കാരണം ഓള് വാങ്ങും. അതേപോലെ ഓൾക്ക് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് NIT പഠിക്കണം, പഠിക്കുമ്പോൾ NIT പഠിക്കണം. അതിനോള് പഠിക്കണം എന്നുള്ള വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓളത് അങ്ങനെ ഒരു മനസ്സിനൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രതീക്ഷ വിട്ടു വെക്കാറുണ്ട്. പിന്നെ ഒരു മനസ്സിന് ടെൻഷനും ഉണ്ടായിരുന്നു, കിട്ടുമോ എന്താന്നൊരു. ഏതായാലും ഓള് വിചാരിച്ച പോലെ തന്നെ മൊബൈലൊക്കെ അടികൂടിയപ്പോ ഇപ്പൊ ചേച്ചി നിൽക്കുന്നത് എവിടെയാണെന്ന് തോന്നുന്നു, എന്താ തോന്നുന്നത്? സന്തോഷം. പിന്നെ മൊബൈല് പറഞ്ഞാ എപ്പോഴും ചോദിച്ചു വരും, അപ്പൊ കൊടുക്കും. പഠിക്കാൻ സമയമല്ല, എപ്പോ എടുക്കുമ്പോത്തിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, അപ്പൊ കൊടുക്കും. പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ചേച്ചി എന്തിനാ ചെയ്തിരുന്നത് ഇപ്പൊ റിസൾട്ട് വന്നപ്പോഴാണോ മനസ്സിലായത്? അതൊന്ന് പഠിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ വരുന്നേ നമുക്കും അറിയില്ല. ഇനിയിപ്പോ എന്താണ് മോളുടെ അടുത്തൊരു പ്രതീക്ഷ? നല്ല റാങ്ക് കിട്ടിയ പ്രതീക്ഷ പോലെ പ്രതീക്ഷ പോലെ NIT കോളേജിൽ തന്നെ കയറണം. അതിനുശേഷം അവിടെ 5 years കോഴിക്കോട് ആവും, അറിയില്ല, അത് കിട്ടിയിട്ടാണ് കൊടുക്കാനാവുന്നുള്ളൂ 10th. പിന്നെ 5 years കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കണം. അതിനുശേഷം ചിലപ്പോൾ ടീച്ചിങ് ഫീൽഡ്, അതല്ലെങ്കിൽ ഇങ്ങനെ കമ്പനി വഴി കയറാം. എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഡ്രോയിങ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമല്ല അതിനോട്. അതിന് ഡ്രോയിങ് ഒറ്റയ്ക്കുള്ള കോഴ്സ് ഉണ്ട്, പക്ഷെ അത് തീരെ അറിയില്ല, ആർക്കിടെക്റ്റിനെ പോലെയല്ല, തീരെ അറിയില്ല. അപ്പോൾ ആർക്കിടെക്റ്റ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണല്ലോ. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. വീടിന്റെ ഒക്കെ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം അതിന്റെ ബേസിക് ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ തിയറി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കോളേജിൽ കയറിയതിന് ശേഷം വീട്ടിൽ നിറയെ ചിത്രങ്ങളാണ്, ഒരു ചുമരും വലിയൊരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ കാണുമ്പോൾ ഇതൊന്നും ഒരാള് ഒറ്റയ്ക്ക് വരച്ചതാണെന്ന് തോന്നില്ല. എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ഉള്ള സപ്പോർട്ട് വീട്ടുകാരുടെ? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ ഒന്നും പറയില്ല, ഞാൻ ചെയ്യട്ടെ, ഈ ചെയ്തോ എനിക്ക് ആണെങ്കിൽ ചെയ്തോ, ആ ഒരു ഇതിലാണ്. പിന്നെ എത്ര ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒക്കെ ചെയ്തു തരും. ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ സാധാരണ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ലാത്ത ഒരുപാട് പേര് ഈ പഠിക്കാൻ വയ്യ, ഇനി എന്ത് ചെയ്യുന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മോള് സ്വന്തം നിലയിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ച് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് ആ ലോകത്തോട് അല്ലെങ്കിൽ മോളെ കാണുന്നതും കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റും. അതിന് മുന്നിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒക്കെ മറികടക്കാലോ വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തും. അപ്പോൾ ആഗ്രഹം ഉണ്ടായാൽ മതി, അത് നേടിയെടുക്കാം.
അതാണ് ആഗ്രഹിക്കണം. ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും. മാത്രമല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരു വീട്ടിലിരുന്ന് ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ ഒരു സാധാരണക്കാരായ പെൺകുട്ടിക്ക് സാധ്യമാകും വിധം രാജ്യത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഹന്നയുടെ ഈ നേട്ടം വിളിച്ചു പറയുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.